ശരി, ഞാൻ ഇവിടുന്ന് പോയപ്പം അവള് ഗേറ്റൊക്കെ പൂട്ടി എന്നെ പുറത്താക്കി കണക്കാം. അവളെ എന്നാടുക്കും അവളെ അവളെ ഇന്ന് ഗേറ്റ് തുറക്കാൻ എന്നത്ര മനുഷ്യ കിടന്ന് കൂവുന്നേ? ഗേറ്റ് തുറന്നിട്ടേക്കുന്ന കണ്ടില്ലേ? ഞാൻ കണ്ടില്ലായിരുന്നു സത്യം. പിന്നെ അതെങ്ങാനും തള്ളി എല്ലെങ്ങാനും ഒടുങ്ങി ഇവിടെ കിടന്ന ഞാൻ നോക്കാലോ ഉള്ള കാര്യം പറഞ്ഞേക്കാം. അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട അത്തക്കളാ. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട കൊള്ളത്തില്ലായിരിക്കും. പക്ഷെ ഇതിനെന്തോ ഒരു കുറവുണ്ട്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾ കുറവല്ലേ കണ്ടുപിടിക്കത്തുള്ളൂ. ഇന്ന് എന്ത് കുറവാണാവോ? ഞാനൊരു കാര്യം പറഞ്ഞു. ഇപ്പൊ സുഭാഷിന്റെ വീട്ടിൽ അത്തോട്ടിട്ടുണ്ട്, രഘുവിന്റെ വീട്ടിൽ അത്തോട്ടിട്ടുണ്ട്. അതുപോലെ നീ ഒരു അത്തോട്ടിരിക്കുക. പക്ഷെ അതിനൊക്കെ ഒരു വെറൈറ്റി വേണം. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വെറൈറ്റി വേണം. ഈ സാധനത്തിന്റെ കുറവ് ഞാൻ കാണിച്ചു. എന്റെ ദൈവമേ, നല്ലൊരു അത്തക്കള ഇട്ടിട്ട് അതിന്റെ നടുക്ക് പട്ടച്ചാരയും കൊണ്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വട്ടാണോ മനുഷ്യ? പറയുന്നേക്ക് എടി, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു വെറൈറ്റി വേണം, അതിൻ്റെ ആയിട്ടൊരു ഐഡന്റിഫിക്കേഷൻ വേണം. ഇപ്പോ ആര് വന്ന് കണ്ടാലും അവർക്ക് ചോദിക്കേണ്ട കാര്യം ഇത് ബൈജുവിന്റെ വീട്ടിൽ അത്തോന്ന് അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. സെൻട്രൽ കുപ്പി വന്നാൽ വേറെ ആരുടെ? ഈ കുപ്പി എടുത്ത് നിങ്ങൾ മാറ്റുന്നോ അതോ ഞാൻ എടുത്തിട്ട് പൊട്ടിച്ചു കളയണോ? കുടിക്കണമെന്നുണ്ടെങ്കിൽ എടുത്ത് മടി വെച്ചോ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പൊട്ടിച്ചു കളയുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വലിയ ആളുകളിക്കില്ലേ ഈ എന്റെ ദാഹജലത്തെ പറ്റി സംസാരിച്ച എന്നെ തല്ലിക്കൊന്നാലും ശരി, ഇതെങ്ങനെ പൊട്ടിച്ചാൽ നിന്റെ വീട് ഞാൻ തല്ലി പൊട്ടിക്കും. എന്റെ നൈജീരിയുള്ള അമ്മായി എനിക്ക് വെറുതെ താമസിച്ചോളം തന്നിരിക്കുന്ന ഈ വീട് തല്ലി പൊട്ടിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്, ഉള്ള കാര്യം പറഞ്ഞേക്കാം. അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എവിടുന്നാ നിങ്ങൾക്ക് ഈ കുപ്പി മേടിക്കാൻ കാശ്? ഞാൻ ഇതിനകത്തിട്ടിരുന്ന നൈജീരിയയിലെ അമ്മായിയുടെ അമ്മാവന്റെ കോട്ട് എന്തിയാ മനുഷ്യ? നൈജീരിയയിലെ അമ്മായിയുടെ അമ്മാവന്റെ കറുത്ത കോട്ട് അവിടെ തൂക്കിയിട്ടിരുന്നത് എന്തിയെന്ന്? നിന്റെ നൈജീരിയയിലെ അമ്മാവന്റെ കോട്ട് രാവിലെ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ കോട്ടടിച്ചത്. എനിക്ക് അപ്പഴേ അറിയായിരുന്നു എന്റെ അമ്മാവ. ഞാൻ എന്റെ അമ്മാവനോട് ഇതിനൊക്കെ എങ്ങനെ കണക്ക് പറയും? എന്റെ അമ്മായി എന്നെ ഇവിടുന്ന് ഇറക്കി വിടും. മനുഷ്യ, നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എന്റെ അമ്മായിയുടെ കോട്ടെടുത്ത് നിങ്ങൾ കൊടുത്തത്? ഇനി ഇതെങ്ങനെ മേടിക്കും? നിന്റെ അമ്മാവന് കോട്ട് വലുതാണെങ്കിൽ എനിക്ക് എന്റെ കോട്ടർ വലുതാ. എന്റെ കുഞ്ഞിനെ പോലെ ഞാൻ എന്റെ കോട്ടറിനെ കാണുന്നത് അറിയോ? ഈ കോട്ടറിനെ പോലെ എന്റെ കൊച്ചിനെ ഇയാള് നോക്കിയിരുന്നെങ്കിൽ അതിങ്ങനെ പിഴയും തല്ലി നടക്കത്തില്ലായിരുന്നു. കൊച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ പിടിച്ചില്ല. എന്റെ അമ്മാവന്റെ കോട്ട് വിറ്റിട്ട് നിങ്ങൾ ഈ കോട്ടർ കുടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കുടിപ്പിച്ചിട്ടാണ് ബാക്കി കാര്യം. വിട മനുഷ്യ, വിടാനാ പറഞ്ഞത്. നിങ്ങളിത് കുടിക്കണ്ട. ചേട്ടന്മാരും ഇവിടില്ല, എല്ലാ ചേട്ടന്മാരും ബീവറേജ് അല്ല ക്യൂ നിൽക്കും അറിയാവോ? ഞാൻ ഇപ്പൊ കണ്ടിട്ട് വന്ന. നിനക്കറിയാവോ, നീ എപ്പോഴും പറയല്ലോ മറ്റുള്ള ആണുങ്ങളെ പോലെ കഷ്ടപ്പെടണം ബുദ്ധിമുട്ടണമെന്നൊക്കെ. അതുപോലെ കഷ്ടപ്പെട്ട് ബീവറേജ് കൊണ്ട് ക്യൂ പോയി കഷ്ടപ്പെട്ട് മേടിച്ച സാധനമാണ് നീ കളഞ്ഞ. നിന്നെ കൊല്ലും ഞാൻ, നിനക്ക് ശാപം കിട്ടും. അത് സാരമില്ല, ഒന്നും അത് പോട്ടെ. ചേട്ടൻ വന്നേ നമുക്ക് ഊണ് കഴിക്കാൻ. നല്ലൊരു ഓണമായിട്ട് ഊണ് എന്റെ പട്ടിക്ക് വേണം. നിങ്ങൾ തിന്നണ്ട, ഞാനത് പട്ടിക്ക് കൊടുക്കും, നോക്കിക്കോ. എനിക്ക് മനസ്സിലായിടി. എന്തോന്ന് മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷ പറ. ഞാനൊന്നും പറഞ്ഞില്ല, എനിക്കൊരു ഇംഗ്ലീഷ് പറയാൻ പറ്റും, ഞാൻ അറിയാണ്ട് പറഞ്ഞു. തെറ്റാണെങ്കിൽ വേണ്ട. വന്ന് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല, ഞാനൊരു ഫുള്ള് മേടിച്ചടിക്കാതെ ഈ ഹോമിന്റെ സ്റ്റെപ്സ് ഞാൻ വെക്കത്തില്ല. ഈ വീടിന്റെ പടി ഞാൻ ചവിട്ടത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് കേറിയാൽ നിങ്ങളുടെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. നിങ്ങൾ കുടിച്ചിട്ട് ഇങ്ങോട്ട് കേറി കാണാം. ഒന്ന് പോ മനുഷ്യ, നിങ്ങൾ ഇറങ്ങി പോ. ഒരു കാലം നേരെ ആവത്തില്ല. ഹലോ, എന്താ? അല്ല, നീ എവിടെ പോയിട്ട് വരുവാ? ഞാൻ ഷോപ്പിങ്ങിന് പോയതാ. നിങ്ങൾ എവിടെ പോയതാ മനുഷ്യ? ഞാൻ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിംഗ്? നിനക്ക് ഇഷ്ടമുള്ള, നിനക്ക് ആവശ്യമുള്ള സാധനത്തിന് നീ ഷോപ്പിൽ പോയി, എനിക്ക് ആവശ്യമുള്ള സാധനത്തിന് ഷാപ്പിൽ പോയി. എനിക്ക് ആവശ്യമുള്ള സാധനം ഷാപ്പിൽ കിട്ടത്തുള്ളൂ, അതിന് ഇത്ര ചൂടാവേണ്ട കാര്യം. എന്റെ മനുഷ്യൻ, നിങ്ങളെ കാത്ത് ഞാൻ ഈ വഴിയിൽ ഒറ്റയ്ക്ക് എത്ര നേരമായി നാണം കെട്ട് നിൽക്കുകയാണെന്ന് അറിയുവോ? ഇത്രയും സ്റ്റാൻഡേർഡ് ആയിട്ട് നീ പിന്നെ നാണം കെട്ടോ?
അങ്ങനെ സംസാരിക്കണം. ഓ. അങ്ങനെ സംസാരിക്കാതെ ഞാനിപ്പോ ബാറിൽ പോയിട്ട് സപ്ലയറെ വായിരിക്കുന്നത് മുഴുവൻ കേട്ട് എനിക്കൊരു നാണമില്ലല്ലോ. നാണോ ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിലല്ലേ നാണക്കേട് ഉണ്ടാവത്തുള്ളൂ. എനിക്ക് നാണമില്ലാത്തോണ്ടാ ഞാൻ നിന്നെ കെട്ടി കേട്ടാ. കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും. എന്നെ ഒന്നും മിണ്ടുന്നില്ല ഞാൻ. എന്നെ മിണ്ടത്തില്ലെന്ന് നീ പിണങ്ങാതെ ബാ, എന്റെ നമുക്ക് വീട്ടിൽ മനുഷ്യൻ പോവാം. എന്റെ ഒപ്പം വരുമ്പോഴെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങളൊന്ന് നടക്കാൻ നോക്ക്. ഓ സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് കാര്യം വന്നിരിക്കുന്നു. ഒരു ഭാര്യയുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനുള്ള സാമാന്യ സെൻസ് ഒക്കെ എനിക്കുണ്ട് കേട്ടാ. വന്ന് പിണങ്ങാ നടക്കാൻ അങ്ങോട്ട്. മറ്റുള്ളവർ കാണും. നിങ്ങളെ ഞാൻ നോക്കിയോ? ഒന്ന് വരട്ടെ. ഇങ്ങോട്ട് പറഞ്ഞു. ഹലോ ഹലോ ഹലോ. വൈകിട്ട് വന്നായി ഒരു മിനിറ്റ് നീ കേട്ടാ. അങ്ങോട്ട് ആ വൈകിട്ട് മാറി നിൽക്ക്. മൂന്നുപേരും നിങ്ങൾ വരും, ഇങ്ങോട്ട് വാ. കുഴപ്പമില്ല. ഒരു മിനിറ്റ് നീ അങ്ങോട്ട് ഇന്നലെ പറഞ്ഞ മാറി. പോലെ തന്നെ വൈകിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് നീക്കാന്ന്. ആ മൂന്നുപേരും വന്നിട്ട് നമുക്ക് സംഭവങ്ങളെല്ലാം പറഞ്ഞങ്ങോട്ട് തീർക്കാന്ന്. അത്ര ഉള്ളു കേസ്. ആ തീപ്പെട്ടി വന്നു. 3 ആ അവിടെ അല്ലേ? തീപ്പെട്ടി ഇവിടെ ആ. തീപ്പെട്ടി. ആ തീപ്പെട്ടി ഇല്ലടാ, നിന്നോടല്ലടാ, ഇവിടെ പറഞ്ഞതാ. ഓക്കെ വൈകിട്ട് കാണാം. ആ ഓക്കേടാ. വാ, ഓക്കേ. എളുപ്പം പോവാം. ഉം. നമുക്ക് എളുപ്പം പോവാന്ന്. അവന് തീപ്പെട്ടി കൊടുക്കണം. അതെ ആ ഈ തീപ്പെട്ടി തന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഏയ് ഒരു ബുദ്ധിമുട്ടില്ല. അല്ല എന്റെ ഈ സാധനമില്ല, അതുകൊണ്ട് ആ ചോദിച്ചു. ഇല്ലാത്തവർക്ക് ഉള്ളവർ തന്നെയല്ല. അല്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാന്നറിയോ, നിങ്ങളുടെ സ്വഭാവം പിന്നെ വേറെ ഒരാൾക്കുണ്ടാവണം. ചേട്ടാ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ അതെ, അല്ല, ചില ആന്നേ. ആൾക്കാർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവും. ചേട്ടന് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. ഒരു ബുദ്ധിമുട്ടില്ല. അല്ല നമ്മൾ അറിയേണ്ട ബുദ്ധിമുട്ടുണ്ടാവുന്നു. നീ ചുമ്മാ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേളം ആ വെക്കല്ലേ. ചേട്ടൻ തരില്ലല്ലോ. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഇല്ലല്ലോ ഒരു അപ്പൊ ബുദ്ധിമുട്ടില്ല. ശരി, ഓക്കെ ഓക്കെ വിട്ടോ കത്തിച്ചിട്ട്. വാ. എടി അപ്പൊ തീപ്പെട്ടി ആ കൊടുക്കണം. കൊടുക്ക്, തീപ്പെട്ടി കൊടുക്ക്. വിട്ടോ. ഈ തീപ്പെട്ടി ഞാൻ അവനോട് മേടിച്ചപ്പോ അവനെന്തോ ഒരു ബുദ്ധിമുട്ട്. ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾ തീപ്പെട്ടി തരുവോ? അവനെന്തോ ഒരു വൈരാഗ്യമുള്ള ഒരാളോട് പെരുമാറുന്ന പോലല്ലേ അവൻ എന്നോട് ചേട്ടാ പെരുമാറി. വൈരാഗ്യം ഉണ്ടെങ്കിൽ ചിരിച്ചോണ്ട് തരില്ലല്ലോ തീപ്പെട്ടി. ഞാൻ അവനോട് തീപ്പെട്ടി ചോദിച്ചപ്പം അവൻ എന്തോ എന്നെ അവോയ്ഡ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് എടുത്ത് തീപ്പെട്ടി എന്നിട്ട് ഒക്കെ ശരി പിന്നെ കാണാം എന്ന് പറയേണ്ട കാര്യമൊന്നും. അപ്പൊ അവനെന്തോ വൈരാഗ്യം എന്തുകൊണ്ട് നീ മിണ്ടണ്ട. എനിക്ക് കാണുമ്പോൾ അറിയാം, എനിക്ക് സാമാന്യ ബോധമുണ്ട്. അതെ താൻ ഈ തീപ്പെട്ടി എനിക്ക് തന്നെ വല്ല ബുദ്ധിമുട്ടുമല്ലോ? ഒരു ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാന്നറിയോ, ഇപ്പൊ എല്ലാവരും ഒന്നും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ആ അങ്ങനെ പലർക്കും പല സ്വഭാവമാണ്. എനിക്കൊരു പ്രശ്നമില്ല. അല്ല ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറയണം. കാരണം ഒരു ബുദ്ധിമുട്ടുമില്ല. എന്റെ ഇല്ലാത്തതുകൊണ്ടാണ്. അതെ, ഇല്ല ചേട്ടാ ഒരു ബുദ്ധിമുട്ടില്ല. ഓക്കെ താങ്ക്സ്. ആ ചേട്ടന് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നേ. വാ. അല്ല ഞാൻ പറയാം ഒരു കാര്യം ഞാൻ പറയാം. അവൻ ഈ തീപ്പെട്ടി എനിക്ക് തന്നതിനകത്ത് എന്തോ ഒരു വൈരാഗ്യം പോലെ എനിക്ക് തോന്നി. വൈരാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇത്ര സന്തോഷത്തോടെ ഉണ്ടടി. ചോദിച്ചപ്പോ തന്നെ എടുത്ത് തരുവോ? അങ്ങനെ സംസാരിക്കില്ലേ? അല്ല ഞാനിപ്പോ അവനോട് ചോദിച്ചോളാൻ അവൻ എന്നാ തീപ്പെട്ടി പെട്ടെന്ന് തന്നെ അവോയ്ഡ് ചെയ്യേണ്ട അതെ, ആ കാര്യം. ചേട്ടന് ആ, ഫോൺ ഫോൺ- ചെയ്തോണ്ടിരിക്കായിരുന്നല്ലേ, അതുകൊണ്ടാ. ഫോൺ ചെയ്തെന്നും പറഞ്ഞ പിന്നെ എന്നെ അവോയ്ഡ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് എടുത്ത് തരുന്നത് എന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അവനെന്തോ അങ്ങനെ ഇല്ലെന്നേ, ഒരു വൈരാഗ്യം ഇല്ല ആ ചേട്ടന്. നീ ആണാ തീരുമാനിക്കുന്നത് വൈരാഗ്യമില്ലെന്നും? അവന്റെ ടോൺ കേൾക്കുമ്പോ നീ എന്നോട് പറഞ്ഞ പോയെന്നും പറഞ്ഞൊന്നും പറഞ്ഞോട്ടെ. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങോട്ട് വന്നേ, ഞാൻ പറയട്ടെ. വാ. അതല്ല ഞാൻ ചോദിച്ചിട്ട് വരാം. ഈ തീപ്പെട്ടി കൊടുക്കണം കത്തിക്കുന്നതിന് ആ മുമ്പ്. തീപ്പെട്ടി കൊടുത്തിട്ട് വേഗം വന്നേ. അതെ എന്തേലും വൈരാഗ്യമോ എന്തെങ്കിൽ എന്നോട് സംസാരിക്കണം, തുറന്ന് സംസാരിക്കണം. അല്ല നമ്മൾ കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. എന്റെ ചേട്ടാ എനിക്ക് ചേട്ടനോട് ഒരു പ്രശ്നമില്ല. ഒരു ഒരു കുഴപ്പമില്ല. ആ വഴക്കൂല, ചേട്ടന് ഇല്ല. ഒരു ഒരു ബുദ്ധിമുട്ടും വൈരാഗ്യവും ഇല്ലെന്നേ. ഇല്ല. എന്തിന്? അല്ല ഈ പെട്ടെന്നെടുത്ത് ഇങ്ങോട്ട് തന്നപ്പോഴും ഞാൻ വിചാരിച്ചേ എന്തോ ഒരു ഇല്ല ഒരു വൈരാഗ്യമില്ല. ഇല്ല വിട്ടോ. ഇല്ല ഒരു വൈരാഗ്യവും ഇല്ല. വിട്ടോ. അയാൾക്ക് ഒരു വൈരാഗ്യം ഇല്ല. അല്ല അവന്റെ ടോൺ ശരിയല്ല, നീ വിട്ടേ. ഓ അതെ ആ നിനക്ക് എന്തേലും വൈരാഗ്യം ഉണ്ട് എന്നോട് തുറന്നു പറ. എന്റെ അല്ലാതെ പൊന്ന് സുഹൃത്തെ, ആ. നമ്മൾ തമ്മിൽ ആദ്യമായിട്ട് കാണും. പിന്നെ ഞാനെന്തിനാ തന്നോട് ദേഷ്യപ്പെടും? അല്ല പിന്നെ നീ അപ്പൊ ഞാൻ ചോദിച്ചൊരെണ്ണടുത്ത് തീപ്പെട്ടി എടുത്ത് എനിക്ക് പെട്ടെന്ന് എടുത്ത് എന്നെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ നീ ഓക്കെ അങ്ങനെ പറയണ്ട. ചേട്ടാ ഞാൻ ഇച്ചിരി തിരക്കായി പോയി. നിന്റെ ടോൺ ശരിയല്ല. ചേട്ടനൊന്ന് പോയേ. എന്റെ അതെ. എന്താണ് അവൻ ഞങ്ങൾ സംസാരിക്കുന്നത്? അതല്ല അവൻ നീ. സംസാരിച്ചു അല്ല. നീ ഒന്ന് പോയേ. ഞാൻ ചോദിക്കട്ടെ, നീ ഒന്ന് പറ. നീ ഒന്ന് പോയെന്ന് നീ എന്നോടൊന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയാറില്ലല്ലോ. ചേട്ടനൊന്ന് പോയെന്ന് പറഞ്ഞു. ചേട്ടനൊന്ന് പോയേ. കണ്ട റേഞ്ച് വ്യത്യാസമുണ്ട്. ഇവന്റെ ടോണിന് റേഞ്ച് വ്യത്യാസമുണ്ട്. ഇവൻ പറഞ്ഞു താഴ്ന്നു പോയേ എന്ന് പറഞ്ഞു. അയാളെ ബുദ്ധിമുട്ടിച്ചതുകൊണ്ടല്ലേ പറഞ്ഞതിപ്പാ. നീ വിട്ട അയാൾക്ക് ഒരു വൈരാഗ്യം ഇല്ല, ബുദ്ധിമുട്ടും ഇല്ലെന്നേ. വാ. വൈരാഗ്യം കാണും. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് എന്തോ അങ്ങോട്ട് സംഭവിക്കും. വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ ചേട്ടൻ അവരത് തരത്തില്ലല്ലോ. ചിരിച്ചൊന്നും പറഞ്ഞു വൈരാഗ്യം ഇല്ലാതാവൂ. അങ്ങനൊന്നും ഇല്ലെന്നേ. നിങ്ങൾ വാ, വഴക്കൊന്നും ഉണ്ടാക്കാൻ നിക്കണ്ട. കത്തിക്കുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കണം. അത് പിന്നെ ചോദിക്കാതെ. വാ, തീപ്പെട്ടി കൊടുക്കട്ടെ. കൊടുത്തിട്ട് വാ. ഇങ്ങോട്ട് നോക്കി. നിനക്ക് എന്തേലും വൈരാഗ്യം ഉണ്ട് എന്നോട് തുറന്ന് സംസാരിക്കണം.
അല്ലാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് എന്നോട് നീ ഞാൻ തീപ്പെട്ടി ചോദിച്ചു കഴിഞ്ഞപ്പോ ഇങ്ങനെ അങ്ങോട്ട് തരേണ്ട എന്റെ കാര്യം പൊന്നി ചേട്ടൻ എനിക്ക് ചേട്ടന് വൈരാഗ്യമൊന്നുമില്ല. ഒന്ന് പോയേ. എനിക്ക് എന്തെങ്കിലും മേത്തോട്ട് കളിക്കരുതിട്ടാ. കയ്യെ തട്ടരുതെന്ന്. കയ്യെ തട്ടിയത് താനെന്താ വേഷം കെട്ടി തട്ടരുത് ഞാൻ പറഞ്ഞു. തട്ടരുത്. പോയത് താടിക്ക് തട്ടരുത്. താടിക്കിട്ട് തട്ടരുത്. മാറ്റി സംസാരിക്കാൻ ചേട്ടനോട് ഞാൻ മര്യാദ പറയണത്. നീ കൈക്കിട്ട് തട്ടില്ലേട്ടാ. തട്ടിയതെന്താ തട്ടരുതെന്ന്. നീ ചുമ്മാ ഇരുടാ. മനുഷ്യന്റെ ക്ഷമേനെ പരീക്ഷിക്കണം. വീട്ടിൽ പോടാ. ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ നാട്ടുകാരെ തല്ലുള്ള ഞാൻ പറഞ്ഞില്ല അവൻ എന്നോട് എന്തോ വൈരാഗ്യം. മനുഷ്യ നിങ്ങളുടെ തല്ല് ചോദിച്ചു വാങ്ങിച്ചല്ലേ. അയാൾക്ക് ഒരു വൈരാഗ്യം അല്ലെന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. അയാൾ എത്ര പ്രാവശ്യം പറഞ്ഞു. അപ്പൊ നിനക്കും ഇപ്പൊ എന്നോട് വൈരാഗ്യല്ലേ? ദേ കിടക്കുന്നു.